ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വെറൈറ്റി അനുഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസത്തേക്ക് വല്യമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയായിരുന്നു. അപ്പോൾ വല്യമ്മയുടെ ഗ്യാസ് തീർന്നുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ആ ഉച്ചക്കത്തെ നട്ട് വെയിലത്ത് ഞങ്ങൾ ഇന്ന് കറി ഉണ്ടാക്കുകയാണ്, ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണ്. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് വേപ്പില ഇട്ട് അതിന് ശേഷം സബോള ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് ഗൈസ്. അടുപ്പിൻ്റെ ചൂട്, ആ വെയിലിൻ്റെ ചൂട്, അടുപ്പിൻ്റെ ചൂടിനും കാട്ടിയും വെയിലാണ് മീൻ. എൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാത്തുക്കുട്ടി വന്നു ഇവിടെ എന്താ പരിപാടിയും നോക്കി. ആൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞ് പൊക്കി എടുത്ത് കാണിച്ചു കൊടുത്ത്. എന്നിട്ട് നമ്മൾ സബോള പെട്ടെന്ന് വാടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇതഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയും തട്ടി നിന്ന് പാത്തു അങ്ങ് പോയേട്ടോ. നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇനി ഇത് രണ്ടും കൂടെ ഇട്ട് നമുക്ക് വാട്ടിയെടുക്കണം. ഈ ഇതാണ്ട് പകുതിയോളം വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ല വെയിൽ വന്നപ്പോഴേക്കും ഞാൻ കുടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഗൈസ്. കാരണം എന്തോ അടുപ്പിലെ ചൂട് പിന്നെയും സഹിക്കാം, ഈ വെയിലിൻ്റെ ചൂടടിച്ചിട്ട് എൻ്റെ എന്തോ രക്ഷയില്ലായിരുന്നു. ഉമ്മ നിൽക്കുന്ന അവിടെ തണലുണ്ട്, ഞാൻ നിൽക്കുന്ന അവിടെ നല്ല വെയിലുമാണ്. ഈ നമ്മുടെ സാധനങ്ങളൊക്കെ വാടി വന്നപ്പോഴേക്കും നമ്മൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. അതിനുശേഷം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുത്തു. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം ഇതൊക്കെ ഇട്ട് ഒന്ന് മസാലയൊക്കെ ആ സബോളേൻ്റെയും തക്കാളീൻ്റെയും കൂടെ അങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട്. ഇളക്കാൻ ഭയങ്കര കട്ടി തോന്നുന്നുണ്ട് തന്നെ നമ്മൾ കടുപ്പം വെച്ച് പിടിച്ചിട്ടാണ് ഇളക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുടയാണെങ്കിൽ ബാലൻസ് നിൽക്കണമില്ല, 2 കൈയും ഇപ്പോൾ ഒഴിവില്ലാതെ ഇരിക്കുകയാണ്. അത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇനി എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തു. ഇപ്പം നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇതാണ്ട് ഗൈസ് എല്ലാം സെറ്റായിട്ടുണ്ട്. കണ്ട തിളച്ച് മറിയണ കണ്ടില്ലേ, നമ്മുടെ കറി ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം എണ്ണയും വേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.